വാക്കിൽ നിങ്ങളൊന്ന് കുറച്ച് മോഡിഫൈച്ചാലേ ആ വാക്ക് നിങ്ങൾക്ക് പിടികിട്ടും. അങ്ങനെയുള്ള വെറും മൈ ഡിയർ വി ഡി സതീശനോട് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ എന്നുള്ള 4 അക്ഷരങ്ങളുടെ കീഴിൽ നിന്നുകൊണ്ട്, ഈ കൊടിക്ക് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി ഇന്നിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനബോധത്തോടുകൂടി ഉറച്ചു വിളിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട്. അത് ഈ സംഘടനയിലേക്ക് കടന്നു വന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകയായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ, യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ആശയത്തെ സംരക്ഷിക്കുന്ന, ഒപ്പം തന്നെ ഞങ്ങളുടെ ആദർശത്തെ സംരക്ഷിക്കുന്ന, അതിനേക്കാൾ എല്ലാം ഉപരി ഞങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഐ, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. എന്നിവിടെ നിൽക്കുന്ന ഓരോ വനിതാ സഖാക്കൾക്കും ഉറച്ചു വിളിച്ചു പറയാൻ പറ്റും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റാത്ത, ആ ഒരു ബോധ്യമില്ലാത്ത കൂട്ടമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർക്ക്, ഇവിടുത്തെ വനിതാ സുഹൃത്തുക്കൾക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഞങ്ങൾക്ക് തികഞ്ഞ സഹതാപമുണ്ടെന്ന്, അനുതാപമുണ്ടെന്ന്, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോ നിൽക്കുന്ന വി ഡി സതീശന്റെ വസതിക്ക് മുന്നിലാണല്ലോ, ഓഫീസിന് മുന്നിലാണല്ലോ നിൽക്കുന്നത്. വി ഡി സതീശൻ കേരളത്തിലും ഉടനീളം, ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് വലിയ മാന്യന്റെ മുഖംമൂടിയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെ കുറിച്ച്, പേട്രിയാർക്കിക്കെതിരായിട്ട്, ജെൻഡർ പൊളിറ്റിക്സിനെതിരായിട്ട് ഒക്കെ ഈ മാന്യൻ സംസാരിക്കും. അങ്ങനെ കേരളം മുഴുവൻ ഒരു മാന്യന്റെ മുഖംമൂടി അണിഞ്ഞ് നടക്കുമ്പോൾ ഇന്ന് സ്വന്തം പാർട്ടിയിൽ വന്നു നിന്നുകൊണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം വനിതാ പ്രവർത്തകർക്കെതിരെ നിന്ന് ചെയ്യുന്നത്, ആ വാക്ക് ഞാൻ പുറത്ത് പറയുന്നില്ല. മാന്യൻ എന്നുള്ള വാക്കിൽ നിങ്ങളൊന്ന് കുറച്ച് മോഡിഫൈച്ചാലേ ആ വാക്ക് നിങ്ങൾക്ക് പിടികിട്ടും. അങ്ങനെയുള്ള വെറും മൈ ഡിയർ വി ഡി സതീശനോട് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകും. അവിടെ ഇരിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം ഒന്നും നിങ്ങൾക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതുപോലെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, വലിയ ചരിത്രമുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം, സോണിയാഗാന്ധിയുടെ ചരിത്രം, ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിയെ പോലുള്ളവരെല്ലാം തലപ്പത്തിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് നിങ്ങൾ ഇങ്ങനെ ഏറ്റവും വലിയ നേതൃത്വമായിട്ട് വനിതാ പ്രവർത്തകരെ എല്ലാം പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലെവലേശെങ്കിലും ഉളുപ്പ് തോന്നുന്നില്ല? നിങ്ങളുടെ വനിതാ പ്രവർത്തകര്, നിങ്ങളുടെ അണികള് ഈ പാർട്ടിക്കുള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഈ വനിതാ നേതൃത്വമായിട്ട് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കൊന്നും നാണം തോന്നുന്നില്ലേ എന്ന് മാത്രമാണ് ഇതിന്റെ വനിതാ സഖാക്കൾ എന്നുള്ള രീതിയിൽ, വനിതാ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും ചോദിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു മാന്യന്റെ മുഖംമൂടി മാഞ്ഞുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നാട് മനസ്സിലാക്കുന്നുണ്ടെന്നും അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ, നിങ്ങളുടെ കൂടി വനിതാ പ്രവർത്തകർക്ക് വേണ്ടി നിലനിൽക്കാനും, മുദ്രാവാക്യം വിളിക്കുവാനും, തെരുവുകളെ ഇതുപോലെ സമരം പ്രക്ഷുബ്ധമാക്കാനും